ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. നൂറുകണക്കിന് കുട്ടികളുടെ സൃഷ്ടികളിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുത്ത് തിരുത്തി ചിത്രം വരച്ച് DTP ചെയ്ത് ഒരു മനോഹര പുസ്തകം ഇവരിറക്കും. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്ന മുക്കം ലിറ്ററേച്ചർ ഫെസ്റ്റ് സീസൺ 4-ൽ 2 പുസ്തകങ്ങൾ ഇവരിറക്കും. അവർ കടന്നുപോയ വഴികളിലൂടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. GUPS മണാശ്ശേരി കുടിപ്പള്ളിക്കൂടങ്ങളുടെ തുടർച്ചയായി 1908-ൽ സ്ഥാപിതമായി. 100 വയസ്സ് പിന്നിട്ട ഈ സ്കൂൾ എല്ലാ കാലത്തും അറിവിന്റെയും അക്ഷരങ്ങളുടെയും അനന്തമായ ലോകം കുട്ടികൾക്കായി തുറന്നു നൽകുന്നു. മുക്കം സബ് ജില്ലയിൽപ്പെടുന്ന ഈ സ്കൂളിൽ വർഷം തോറും 1000-ലധികം കുട്ടികൾ പഠിക്കുന്നു. മുക്കം കോഴിക്കോട് സംസ്ഥാന പാതയോരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ കാലഘട്ടത്തിനനുസരിച്ച് അനിവാര്യമായ ചേരുവകൾ ചേർത്ത് കുട്ടികൾക്കൊരുക്കുന്ന വിജ്ഞാന വിരുന്നുകൾ ജനശ്രദ്ധയെ ആകർഷിക്കുകയും സമൂഹത്തിലെ കലാ കായിക സാംസ്കാരിക മേഖലകൾക്കെല്ലാം മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരും കടന്നു ചെല്ലാത്ത മേഖലകൾ തിരഞ്ഞെടുത്ത് കുട്ടികളെ അവിടേക്ക് എത്തിക്കുകയും അവർക്ക് അഭൂതപൂർവമായ അനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രിയ കുട്ടികളെ, മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂൾ കേരള സംസ്ഥാനത്ത് തന്നെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഒരു മാതൃക തീർക്കുന്ന സ്കൂളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? MLF സീസൺ 4 നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് മാർച്ച് 1, 2, 3 തീയതികളിലാണ്. അന്ന് കേരളത്തിലെ പ്രസിദ്ധരായ പ്രസാധകരോടൊപ്പം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെയും പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയും അത് വിൽക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ്. ആ പുസ്തകം തയ്യാറാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലെ കഥാകാരന്മാരും ചിത്രകാരന്മാരും എല്ലാം ഒത്തുചേർന്ന് ആ പുസ്തകം ഇറക്കുകയും അന്ന് നമ്മുടെ എല്ലാ പുസ്തക പ്രസാധകരുടെയും കൂട്ടത്തിൽ നിങ്ങളുടെ പുസ്തകവും വിൽക്കപ്പെടുകയാണ്. ആ സംരംഭത്തിലേക്ക് എല്ലാ കുട്ടികളും പങ്കെടുക്കണം. എല്ലാവരുടെയും കഴിവുകൾ അതിലേക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ MLF സീസൺ 4-നോടൊപ്പം കുട്ടിപ്രസാധകർ എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. പ്രസാദനത്തിന് പോകും മുമ്പേ ഇവരുടെ അധ്യാപകർ എഴുതി 4 ദിവസം കൊണ്ട് പുസ്തകം ഇറങ്ങി. തോന്നിയ അക്ഷരങ്ങൾ. പ്രസാദനത്തിന്റെ അനുഭവം തേടിയുള്ള ഒരു യാത്രയായിരുന്നു അത്. എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്? ഓരോ ക്ലാസ്സിലും കുഞ്ഞ് എഡിറ്റോറിയൽ ടീം ഉണ്ടാക്കി കുട്ടികളുടെ രചനകൾ സ്വീകരിച്ച് പുസ്തകങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ ഘട്ടങ്ങളിലും ക്ലാസ്സിലെ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ അതിലിടപെടുകയും ചെയ്തു. വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി ടീച്ചേഴ്സും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ജനുവരി 18-ന് അസംബ്ലിയിൽ ക്ലാസ് തല പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂൾ അവിടുത്തെ കുട്ടികളെ പത്രാധിപരും സഹപത്രാധിപരും എല്ലാമാക്കി സ്വന്തം നിലയ്ക്ക് ഒരു പ്രസിദ്ധീകരണം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമാണ്. ഇതിന് പിന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ രചനകൾ കുട്ടികൾ വഴി തന്നെ പുറത്തു വരുന്നു. മറ്റൊന്ന്, ഈ ലോകത്ത് എങ്ങനെയാണ് പ്രസാധക രംഗം പ്രസിദ്ധീകരണ രംഗം പോകുന്നത്, അവിടെ എന്തെല്ലാം ജോലികളാണ് നടക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് അനുഭവിക്കാനും പരിചയപ്പെടാനുമുള്ള ഒരു അവസരവും കൂടി ഈ സ്കൂളിൻ്റെ ഈ പ്രൊജക്റ്റിൽ ലഭിക്കുന്നുണ്ട്. 10-60 കുട്ടികൾ ഇതിൽ പങ്കാളികളാകാൻ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ മാഗസിൻ്റെ പ്രവർത്തനം എടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. തീർച്ചയായും അത് അഭിമാനകരമാണ്. ഈ സ്കൂളിന് മാത്രമല്ല, മൊത്തം വിദ്യാർത്ഥി സമൂഹത്തിനും പ്രസാധക സമൂഹത്തിനുമെല്ലാം തന്നെ ഇത് വലിയ ആവേശം പകരുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഈ പരിപാടിക്ക്, ഈ പ്രസിദ്ധീകരണത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. Regards to this editors camp. Thank you. കയ്യെഴുത്ത് മാഗസിനുകളുടെ പ്രകാശനത്തിന് ശേഷം കുട്ടികളുടെ LP UP തല ടീമുകൾ ഉണ്ടാക്കി. ഞങ്ങൾക്കായി കുട്ടിപ്രസാധകർ എന്നൊരു ടീം.
ഞങ്ങൾക്ക് ശില്പശാല നടന്നു. കേരളത്തിലെ പ്രമുഖരായ ചിത്രകലാകാരന്മാരും പത്രപ്രവർത്തകരും എഴുത്തുകാരന്മാരും ഞങ്ങളോടൊപ്പം കൂടി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. അപ്പോഴാണ് ഞങ്ങൾക്ക് പുസ്തകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ശരിക്കും മനസ്സിലായത്. ഞങ്ങൾ എല്ലാ ക്ലാസ്സിൽ നിന്നും കവിതയും കഥയും ശേഖരിച്ചു, നല്ലത് തിരഞ്ഞെടുത്തു. ചിത്രം വരച്ചു, ലേഔട്ട് നടത്തി. ആദ്യം ഒരു കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കി DTP ചെയ്യുന്ന ചേട്ടന്മാർക്ക് അയച്ചു കൊടുത്തു. പ്രൂഫ് നോക്കി ഓക്കെ ആക്കി. ഞങ്ങൾ ചെയ്ത പുസ്തകം പോലെ അവർ അത് തന്നു. മാർച്ച് 1, 2, 3 നടക്കുന്ന മുക്കം ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഇവരുടെ പുസ്തകവും പ്രകാശനം ചെയ്യുന്നു. കേരളത്തിലെ പ്രസാധകരുടെ ഇടയിലേക്ക് ഈ കുട്ടി പ്രസാധകരും വന്നിരിക്കുന്നു. കുട്ടി പ്രസാധകർ ഇറക്കിയ 3 പുസ്തകങ്ങളാണിവ. ചെറിയ മിനുക്കുപണികൾക്ക് ശേഷം മുക്കം ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഞങ്ങളിത് പ്രകാശനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ ഒരു മികച്ച മാതൃകയാവാൻ ഇനി ഈ കുട്ടി പ്രസാധകരും ഉണ്ടാവും. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ഇവർക്കാവട്ടെ.